Welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub, co-powered by Asian Paints, Ultimact Antiseptic Disinfectant Liquid, Foot Locker, Bhima Jewels. Special partner Sopic and Vigalan Home. 2021 ആദ്യത്തെ എപ്പിസോഡാണ്. ഒരുപാട് സ്നേഹത്തോടെ 2021 എല്ലാ പ്രേക്ഷകരെയും രണ്ടു കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. എനിക്ക് തോന്നുന്നു 2020 അല്ലെങ്കിൽ 2019 ഡിസംബർ 31 നമ്മളൊക്കെ എല്ലാവരും കൂടെ ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ഭയങ്കര ആഘോഷത്തോടെ വിളിച്ചു പറഞ്ഞു 2020 നമ്മൾ പൊളിക്കുവാടാന്ന്. കാര്യമായിട്ട് എല്ലാവരും വീട്ടിലിരുന്ന് പൊളിച്ചു. 2021 ഒരുപാട് പ്രതീക്ഷയുള്ള വർഷമാണ്. ഒരുപാട് ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇനി ഒരു 3 മാസം 4 മാസം ഒന്നും വീടിനകത്ത് കയറി ഇരിക്കാനുള്ള ഇട വരത്തില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മള് ഐശ്വര്യമായിട്ട് 2021 മിസ് തുടങ്ങുവാണ്. ഷിട്ടു, 2021 ഐശ്വര്യമായിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസിനെ ഇവിടേക്ക് ക്ഷണിക്കേണ്ടത് ഷിട്ടുവാണ്. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ എല്ലാമായ പവർ കപ്പിൾസ്, വൈറൽ കപ്പിൾസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന രണ്ട് നല്ല ഉഗ്രൻ മനസ്സുകളുണ്ട്, നല്ല വ്യക്തിത്വങ്ങളുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ 2020 മീറ്റ് ചെയ്ത ഞങ്ങളുടെ മുത്തുമണികളെ ഞങ്ങൾ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം GP and DP. 2020 പരിചയപ്പെട്ടത്. മിസ്സിനോട് കുറച്ച് മാസങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ 2021 പുതിയ പ്രതീക്ഷകൾ. ഒരു മെസ്സേജ് ആയിക്കോട്ടെ. ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ പ്രതികൂല സാഹചര്യങ്ങളും ഒരു വലിയ 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 സന്തോഷത്തിന് വഴിതെളിക്കുന്ന ഒന്നാണ്. 2021 അങ്ങനെ തന്നെ ആവട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് തുടങ്ങാൻ പോവാണ്. ആദ്യത്തെ ഐറ്റം എന്താണ് ഷിട്ടു? ആദ്യത്തെ ഐറ്റം ഒരു അടിപൊളി ടാസ്ക് ആണ്. ടാസ്കിന്റെ പേരാണ് ഫൈൻഡ് യുവർ ഹസ്ബൻഡ്. ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളും വരാനുണ്ട്. അപ്പൊ ആദ്യം പ്രോപ്പർട്ടീസ് വരട്ടെ. ഫൈൻഡ് യുവർ ഹസ്ബൻഡ് ടാസ്കിന്റെ പ്രോപ്പർട്ടീസും ഹസ്ബൻഡ്സും ഒക്കെ റെഡി ആയിരിക്കുകയാണ്. ആരൊക്കെയാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. എല്ലാവരുടെയും ഓരോ കൈ മാത്രം പുറത്തേക്ക് കിടപ്പുണ്ട്. അതായത് പുറകിൽ 3 ഭാര്യമാർ കണ്ണു കെട്ടി നിൽപ്പുണ്ട്. അവര് വന്ന് ആ എൻഡിൽ നിന്ന് കണ്ണടച്ച് ഓരോ ഹസ്ബൻഡ്സിന്റെയും കയ്യിൽ തൊട്ടു ഏത് കൈയാണോ സ്വന്തം ഭർത്താവിന്റെ കൈയായിട്ട് തോന്നുന്നത് അധികം മുറുക്കണ്ട കേട്ടോ. കയ്യിലുള്ള ഒരു മാല ഇടുക. ഓക്കെ, എന്തായാലും ഷിട്ടു തൊട്ടപ്പം ഇവന്മാരൊക്കെ പുളകിതരായതല്ലേ. ഞാൻ പോയി ഭാര്യമാരെ ഇങ്ങോട്ട് ഗൈഡ് ചെയ്യും. കയ്യില് അവര് പിടിച്ചോളും, നിങ്ങൾ പിടിക്കണ്ട. മനസ്സിലാകുന്നുണ്ടല്ലോ? മൂളണ്ട. ഇതൊരു സ്കൂൾ കുട്ടിയുടെ കയ്യാന്ന് തോന്നുന്നു. ആണോന്നൊന്നും അറിയില്ല. ബാ, അയ്യോ ഇതിലുണ്ടോ? ഇത് തന്നെ കഴിഞ്ഞില്ല. ആള് കഴിഞ്ഞില്ല. ഇതാണോ? ഇതേതോ ഒരു കോഴിയുടെ കയ്യാന്ന് തോന്നുന്നു. കേറി പിടിക്കണ്ടല്ലോ. ഒരു ജീവനില്ലാത്ത കൈ. തിരിച്ചു കൊണ്ടുപോകണോ? ഇനി എത്രാമത്തെയാണെന്നുള്ള പറയട്ടെ. ഇത് തന്നെയാ. ഇത്രയും നാളും കൈ പിടിച്ച് നടന്നതല്ലേ. വലത് കൈ വെച്ച് തൊട്ട് നോക്കിക്കോ. റൈറ്റ് സൈഡിൽ ഒരു കൈ മാത്രമേ ഉള്ളൂ. ഒരെണ്ണം കൂടി ഉള്ളു. വിടണില്ല. നല്ല നൈസ് കൈ. ഇവിടെ അങ്ങോട്ട് തൊട്ടോട്ട് പൊക്കോട്ടെ. ഇനി അങ്ങോട്ട് തിരിച്ച്.
എനിക്ക് 3 പേരെ സംശയമുണ്ട്. ഒരെണ്ണം ഉറപ്പിക്കണം. നമ്മൾ തീർന്നു എത്തി. സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ്. പക്ഷെ 2 എണ്ണം പറയണമല്ലോ. ഒരെണ്ണം. സെക്കൻഡ് ആണോ സെക്കൻഡ് ലാസ്റ്റ് ആണോ? സെക്കൻഡ്. ഓക്കെ, ഡൺ. നമുക്ക് പോവാം. ഓക്കെ, ഇത് നിസാർക്കാണോ ഇത് പിടിക്കുന്നത്? ആരാണെന്നൊന്നും അറിയത്തില്ല. അടുത്ത് ഏറ്റവും ലാസ്റ്റ്. ഓക്കെ, തിരിഞ്ഞോ? ഓക്കെ, അപ്പൊ ഏതാ സംശയം? 3 മൂന്നല്ലേ? ഞാൻ ഇട്ടോളാം. ഞാൻ ഇട്ടോളാം. എന്റെ അമ്മേ, അല്ല എത്തില്ല. അപ്പൊ മാലയിട്ടവരെല്ലാം മുന്നോട്ട് വന്നേ, നമ്മുടെ ഭർത്താക്കന്മാര്. എങ്ങനെ മനസ്സിലായി തൊട്ടടുത്തിരിക്കുന്ന ആള് ഹസ്ബൻഡ് ആണ്? അത് തൊട്ട് നോക്കിയപ്പോ എങ്ങനെ മനസ്സിലായി? എല്ലാം ഒരുപോലെ ഇരുന്നേച്ചു. ഒരു കൈകള് 2-3 സോഫ്റ്റും ബാക്കി മിക്കതും ഹാർഡായിരുന്നു. അപ്പൊ ഒരു ഹാർഡ്നെസ് നോക്കിയിട്ട് ഞാൻ അങ്ങ് തൊട്ടതാ. നമുക്ക് തൊട്ടത് കറക്റ്റ് ആണോ നോക്കിയാലോ? ഇനി സാന്താക്ലോസിന്റെ തൊപ്പി മാറ്റിയിട്ട് സ്വന്തം ഭർത്താവാണോ നോക്കി? അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത് കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. അടുത്തായിട്ട് നമുക്ക് പോവാം. എങ്ങനെ മനസ്സിലായി? അത് കൈക്ക് ഹാർഡ്നെസ് ഉണ്ട്. പിന്നെ ഈ വിരലിന്റെ ഒക്കെ ഷേപ്പ് എന്നുവെച്ചാൽ നഖത്ത് ഇച്ചിരി പരപ്പുണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി രോമൊക്കെ ഉണ്ട്. ഇച്ചിരി ഉരുണ്ടതാ കൈ സഞ്ജയന്റെ. നമുക്ക് നോക്കിയാലോ? നോക്കാം. അതഴിച്ച് മാറ്റി നോക്കിക്കോളൂ. എങ്ങനെ മനസ്സിലായി? എനിക്ക് 2-3 എണ്ണത്തിൽ സംശയം ഉണ്ടായിരുന്നു. സെക്കൻഡും സെക്കൻഡ് ലാസ്റ്റും തമ്മിൽ ഏകദേശം സെയിം പോലെയായിരുന്നു. ഓക്കെ, ഇപ്പൊ എന്താണ്? സെക്കൻഡ്. ഓപ്പൺ. ഓക്കെ, ഓപ്പൺ. ഈ സെക്കൻഡ് ലാസ്റ്റ് നിൽക്കുന്നത് ആരാണ്? എല്ലാവരും കൈ കയറി പിടിക്കണ്ടല്ലോ. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അവര് എല്ലാവരും ഒരേപോലെ പറഞ്ഞു. ഇവരെല്ലാവരും ഒരേപോലെ ഞങ്ങളുടെ കയ്യിൽ കയറി പിടിച്ച് അവസാനത്തെ 2 പേരെ കുറിച്ചും പറഞ്ഞത്. അതെ, അത് ഇവനാ. എന്താ ഉരത്ത്? പിന്നെ ഒരാളും കൂടെ പറഞ്ഞല്ലോ. ഒരാളും അവസാനം എല്ലാവരുടെ കയ്യിൽ, എല്ലാവരും ഓൾമോസ്റ്റ് കുറച്ചു പേരുടെ കയ്യെ പിടിച്ചു. പതിനൊന്ന് വർഷമായിട്ട് കൂടെ പിടിച്ചോണ്ടെങ്കിൽ കയ്യ. അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് വെച്ചാല് സ്വന്തം ഭർത്താക്കന്മാരെ കണ്ടുപിടിച്ചപ്പോഴേ അവരുടെ മനസ്സിൽ വന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് അവര് കാണിക്കുന്ന കണ്ടപ്പോ എനിക്ക് അവിടെ നിന്ന് ഭയങ്കര സങ്കടമായി പോയി. ഇതിപ്പോ ആൾക്കൂട്ടം നടപ്പോൾ എന്നെ മാറിപ്പോലും. ഇതേ ടാസ്ക് ഒന്ന് തിരിച്ചു വെക്കട്ടെ. ഭാര്യമാരെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ കുറച്ച് കൈ കയറി പിടിക്കാൻ. നിങ്ങള് സങ്കടപ്പെട്ട് ഒരു കൈയടി കൊടുക്കും. ആ വേദനിക്കുന്ന മനസ്സിനൊരു കൈയടി കൊടുക്കും.
പറയാതിരിക്കാൻ വയ്യ, ഇത്രയും ഇത് എളുപ്പമുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലുമല്ല. അപ്പൊ ഇത് ശരിയാക്കിയ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വലിയ കാര്യം. അപ്പൊ സഞ്ജുവിനും ലക്ഷ്മിക്കും ഹിമയ്ക്കും സുമിത്തിനും സമ്മാനമുണ്ട്. കേരളത്തിലെ നമ്പർ 1 സ്നാക്ക് ഫുഡ് ബ്രാൻഡായ ഫുഡ് ലോക്കറിന്റെ ഒരു ഗ്രാൻഡ് സമ്മാനം. കമ്പനിയിൽ ബാക്കി വന്ന 2 കേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ഉഗ്രൻ ടാസ്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് കഴിക്കുക, കേക്ക് തീറ്റ. കേക്ക് തിന്നാൻ വേണ്ടിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ 2 സ്ട്രോങ് കപ്പിൾസ്. ലെറ്റ്സ് വെൽക്കം ബിബിൻ ആൻഡ് ജസ്ന, മീറ്റ് ആൻഡ് മിറി. ഓക്കെ, അപ്പൊ നമ്മള് ടാസ്കിലേക്ക് കടക്കാൻ പോകണം. ഷിട്ടു റെഡി? അപ്പൊ നമുക്കൊരു നിശ്ചിത സമയം ഉണ്ടാവും. ആ സമയത്തിനകത്ത് ഈ കേക്ക് എത്രയും കഴിച്ചു തീർക്കാവോ അത്രയും കഴിച്ചു തീർക്കാം. അപ്പൊ റെഡി? നമുക്കൊരു ടൈമർ ഉണ്ടാവും. ആ സൗണ്ട് കേൾക്കുമ്പോ കേക്ക് കഴിച്ചു തുടങ്ങുക. കൈ ഉപയോഗിക്കാൻ പാടില്ല, കേക്ക് തട്ടി താഴെ കളയരുത്. ഷിട്ടു റെഡി? 3, 2, 1 ഗോ. കഴിക്ക്, വേഗം വേഗം കഴിച്ചോ. സ്പീഡില്ല, നിങ്ങളുടെ തമ്മിലുള്ളൊരു ബാലൻസ് വേണം. വാശിയേറിയ കേക്ക് തീറ്റ. അപ്പുറത്ത് എല്ലാരും വേഗം കഴിക്കാം. വേഗം കഴിക്ക്. ചിരിക്കരുത്. കൈ ബാക്കി കെട്ടണം, കൈ കഴിക്കാൻ പാടില്ല. കൈ പിന്നെ കേട്ടു. ബിബിന്റെ സ്ട്രാറ്റജി കൊള്ളാം. മൂക്ക് വെച്ച് കുഴപ്പമില്ല. ആ കഴിച്ചോ. ഇങ്ങനെ കമന്ന് കിടന്ന് കഴിക്കും. രാജാവേ വേഗമാകട്ടെ, ഇവിടെ കേക്കിന്റെ പകുതിയായി. മിരി നല്ല സ്പീഡില് നല്ല കൈഡി കൊടുത്തേ. ഇവിടെ ആവേശം കൊടുക്ക്. ബിബിൻ ജസ്റ്റ് വേറെ ലെവൽ തീറ്റ. വേഗം നല്ല കൈഡി കൊടുത്ത് ഇവർക്ക്, എന്നാലും ഇവർക്ക് ആവേശം വരുള്ളൂ. ബിബിൻ ജസ്ന വേഗം. എന്തുവാണ് കരയുന്നു? നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാനുള്ള സമയം ഞാൻ പിന്നെ തരാം. ഈ റൗണ്ടിൽ ആരാണ് ആവേശം കാണിക്കുന്നത്? അടിപൊളി, നല്ല കൈഡി കംപ്ലീറ്റ് എല്ലാരും കൈഡി. ഓ മൈ ഗോഡ്. ബിബിൻ കം ഓൺ. 10 ഓൾമോസ്റ്റ്. വേഗം 9, 8. കഴിക്കുന്നു. 4 നോക്കി നിൽക്കാതെ കഴിക്കും. 2 1 ലാസ്റ്റ് സെക്കൻഡ് 0. ഇവര് എത്രത്തോളം കഴിച്ചു എന്ന് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഓക്കെ. മറ്റേതോ? ഈ ഒരു ഗെയിമില് സ്റ്റാർട്ടിംഗ് ലീഡ് തീർച്ചയായിട്ടും ബിബിന് തന്നെയായിരുന്നു കേട്ടോ. ബിബിൻ ജസ്നയുടെ ആ ഒരു ആവേശം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ആ ഒരു ആക്രാന്തം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങള് അത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. പക്ഷെ ഇതൊരു ആമയുടെയും മൊയലിന്റെയും കഥ പറഞ്ഞ പോലെ ആയിപ്പോയി. നിങ്ങളൊരു പകുതി എത്തിയപ്പോ രണ്ടുപേരും തളർന്നു പോയി. അതെന്ത് പറ്റി? കെട്ടി ഇടയ്ക്ക് വെള്ളം വേണ്ടി വന്നു. അതാണ്. വെള്ളം കൊടുത്തില്ല. മീത്തൻ മറി, നിങ്ങൾ അതിന്റെ ഇടയിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നു, വഴക്കറ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നിരുന്നു? നീ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? അത് ഞാൻ ശ്രദ്ധിച്ചു. ഒരു ടീം പാർട്ട്ണർ എന്നുള്ള രീതിയിൽ താങ്കൾ അത് വെച്ച് ഫേഷ്യൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. താങ്കൾ കേക്ക് കഴിച്ചിരുന്നില്ല എന്നുള്ള സത്യം ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുള്ള തരുന്ന ഒന്നല്ല, കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കാൻ പോവാ. ഇവര് ഇപ്പൊ നമുക്ക് നമ്മുടെ മിസ്സി വന്നൊക്കെ കപ്പിൾസ് ആണ്. ഇവര് കപ്പിൾസ് ആണെന്ന് വെച്ചാൽ കപ്പിൾസ് ആണ്, ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആണ്, ഭയങ്കര വൈറലായിട്ടുള്ള കപ്പിൾസ് ആണ് എന്ന് കരുതി ഇവർക്ക് മുട്ടക്കാട്ടും പ്രായമൊന്നുമില്ല. 2 പൊടിക്കാച്ചികളാണ്. യൂട്യൂബ് അടക്കി ഭരിക്കുന്ന 2 ചെറുതുകൾ. ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെല്ലാരും എന്തൊരു ക്യൂട്ടാ എന്ന് പറയാത്തായിട്ട് ആരും ഉണ്ടാവില്ല. കുട്ടികൾ മാത്രമല്ല വരുന്നത്,
അവരുടെ പ്രോപ്പർട്ടീസും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊക്കെ സുപരിചിതരാണ്. ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ 2021 ഒരുപാട് പ്രതീക്ഷകളോടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം സാന്ദ്ര മാം ആൻഡ് വിൽസൺ കൂടെ തങ്കക്കുൽസു. ലെറ്റ്സ് വെൽക്കം. അപ്പൊ നല്ലൊരു കൈഡ് കൊടുത്ത ഈ 4 പേർക്ക് ഒരുപാട് സന്തോഷം. മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ ഒരു വേദിയിൽ, അത് 2021 ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡാണ്. ഒത്തിരി സന്തോഷം. വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്കല്ലേ കൂടുതൽ സന്തോഷം. ഇത്രയും വലിയൊരു സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റിയ ഞങ്ങളുടെ കൂടെ ഭാഗ്യല്ലേ. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഒരു അടിപൊളി ന്യൂ ഇയർ ആവട്ടെ. നല്ല എപ്പിസോഡുകളാണ്, എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ കായിക എഴുതാൻ പഠിച്ചോ? ഞാനൊരു എപ്പിസോഡ് കണ്ടിരുന്നു, ചിരിച്ചടപാട് തീർന്നു. പിന്നെ ഇവരൊക്കെ ഓൾറെഡി ഇവർക്ക് ആ വൈബ് അറിയാം, ഇവർക്ക് ആ ഓഡിയൻസിന്റെ പൾസ് അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്കിറ്റുകളെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ബോറടിയില്ല, ലാഗ് ഇല്ല, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്കിറ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് ഓൾറെഡി ഫോളോവേഴ്സ് ഉണ്ടല്ലോ അല്ലെ, ലക്ഷക്കണക്കിന്. നമ്മളെക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. നിസാർക്ക അല്ലേ? നിസാർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പ്രസംഗം മടുത്തെന്ന് തോന്നുന്നു, കുഞ്ഞു പോയി. മക്കളെ ഓടി വെപ്പ തീർത്തു. ഇതേപോലുള്ള പല കാഴ്ചകളും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണും. നമുക്ക് ഇവരോട് എന്തെങ്കിലും വർത്താനം പറഞ്ഞാലോ? എന്തെങ്കിലും ഒന്ന് പറ. ഇവര് പേര് പറയുമോ? ഇതാണ് തങ്കം. പറ്റില്ല, മിണ്ടൂല. നോ മോർ ക്വസ്റ്റ്യൻസ്. മിണ്ടൂല. ഇല്ല. ഇയാളുടെ അവസ്ഥ എന്താ? ഇല്ലില്ല. നാണമാണോ? പാട്ട് പാടില്ല. പിന്നെ പാടുവോ? പാടില്ല. നമുക്ക് ഇവരെ നമുക്ക് പിന്നെ സംസാരിപ്പിക്കാം. 2021 ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ. സിനിമയൊക്കെ പ്ലാൻ ചെയ്തോണ്ട് 2021 ഉണ്ട്. പ്ലാൻ ചെയ്തത് 2019 ഇനി 21 നടക്കട്ടെ. 2021 നടക്കട്ടെ. 20 ഒരെണ്ണം ഇറങ്ങാൻ വേണ്ടി ഇരുന്നത് ഇറങ്ങിയില്ല. ഇനിയിപ്പോ 21 ഇറങ്ങാനായിട്ട് പോകുന്നു. കള്ളൻ. ഇനി സിനിമകൾ പ്ലാൻ ചെയ്യുമ്പോ ഒരുപാട് ആൾക്കാർ, ആർട്ടിസ്റ്റുകൾ, പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരൊക്കെ ഓൾറെഡി സെലിബ്രിറ്റീസ് അല്ലേ? അങ്ങനെയല്ല നമ്മൾ കൺസിഡർ ഇടയിൽ കൂടെ ഞാനിവിടെ എന്നോട് തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അടിച്ചു പൊളിക്കല്ലേ? ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് 2 കൈ നീട്ടി നമ്മുടെ സൂപ്പർ സ്റ്റാർ കപ്പിൾസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വൺസ് അഗൈൻ വെൽക്കം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ്. പ്ലീസ്. താങ്ക് യു. കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഗ്രൂപ്പ് സ്കിറ്റ് റൗണ്ട്. കഴിഞ്ഞ ഗ്രൂപ്പ് സ്കിറ്റ് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്താണ്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് സ്കിറ്റിനുള്ള സമയമാണ്. ഷിട്ടു, ആരാണ് ഗ്രൂപ്പ് സ്കിറ്റ് റൗണ്ടിൽ ഇന്ന് പെർഫോം ചെയ്യാൻ വരുന്നത്? ആരൊക്കെയാണ്? 4 സ്ട്രോങ് ആളുകൾ വരുന്നുണ്ട്. ആരൊക്കെ? സഞ്ജു ആൻഡ് ലക്ഷ്മി, ഓൾസോ നിഖിൽ ആൻഡ് ലെന. ഹലോ, അതെ, ദാക്ഷായണി വിലാസം ജിം. എന്താണ് പറഞ്ഞേ? ജിമ്മിന് വരാൻ അഡ്മിഷനോ? ഉണ്ട് മോനെ. 1500 രൂപ അഡ്മിഷൻ ഫീസും 2000 രൂപ മാസ ഫീസും. ഇതോ ചെസ്റ്റ് വരുമോന്നോ? എടാ ഉവ്വേ, ഇന്നാൾക്ക് വന്നൊരു പയ്യന് 100 ഗ്രാം ചെസ്റ്റേ ഉള്ളായിരുന്നു. ഇവിടുന്ന് പോയപ്പോ 3-3.5 കിലോ ചെസ്റ്റും കൊണ്ടാവാൻ പോയത്. റോസാപ്പൂ പോലെ വിരിഞ്ഞങ്ങ് നിൽക്കുമല്ലോ അവൻ. പിന്നെ നാട്ടിലെ ആമ്പിളാർ മൊത്തം അവന്റെ പറയല, അത് വേറെ കാര്യം. ശരി ഓക്കെ, വൈകുന്നേരം വാ. ശരി ഓക്കെ. നീ എന്തോടാ കാണിക്കാൻ? പേടിച്ചു പോയല്ലോ. ദേഷ്യപ്പെടുന്ന എന്തുണ്ട്? ഇവിടെ ആകെപ്പാടെ ഫീസ് തരുന്ന ഒരാൾ ഞാനാണ്. എന്റെ അടുത്ത് എനിക്ക് ആ ബഹുമാനം കിട്ടുന്നില്ല ഇവിടെ. മോനെ സുല്ലേ, സോറിടാ. സോഷ്യൽ സ്റ്റഡീസിൽ മൈ മിസ്റ്റേക്ക് എടാ സുല്ലേ. എന്തുവാടാ ഇത്? സോറി. നീ അങ്ങ് ക്ഷമിക്കേ.
ജിമ്മല്ലേ? ജിമ്മാണോ? ദാക്ഷാണ് ജിമ്മാണ്. ഡമ്പലുണ്ട്, പ്രോട്ടീൻ പൗഡർ, ഫീസ് തരുന്ന കുട്ടി. അതെ ജിമ്മാണ്. മാഷില്ലേ? ജിമാഷിന്റെ കണ്ടില്ലല്ലോ? ഇല്ല. തൊട്ട് നോക്കൂ, തൊട്ട് നോക്ക്, ഇവിടെ തൊട്ട് നോക്ക്. തിളക്കുന്നില്ലേ? തൊട്ട്. അതിന്റെ ആവശ്യമില്ല. എനിക്ക് 1 മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കണം. എന്റെ അനിയന്റെ കല്യാണമാണ്. ഇപ്പൊ എത്ര ദിവസം വരാൻ പറ്റും? ആഴ്ചയിൽ 4 ദിവസം എനിക്ക് മഹിളാരത്നത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 ദിവസം എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോണം. പിന്നെ 1 ദിവസം ഞാൻ വരാം. പക്ഷേ ബാക്കി ദിവസം മാഷി മെഷീനറീസ് കൊണ്ട് വീട്ടിലോട്ട് വന്ന ഈ മിഷനറി എല്ലാം കൊടുത്ത് 5-5 ടൺ കൊണ്ട് നിന്റെ വീട്ടിലോട്ട് ഞാൻ നിന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. എന്തുവാടേ ഈ പറയുന്നത്? എന്തുവാടേ പറയുന്നത്? മാഷിന് ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ? മാഷിന് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ പൊയ്ക്കോളാം. നീ പോയി നിന്റെ മൈൻഡ് ഒന്ന് കൂളാക്കി. പക്ഷേ മാഷി ഇവിടെ ഷീറ്റ് ഉണ്ടോ? ഷീറ്റ് മുള അങ്ങോട്ടേലും മുള അവിടെ എല്ലാവരും കിടന്നുറങ്ങുന്ന ഷീറ്റ് അവിടെ ഇരിപ്പുണ്ടല്ലോ. അയ്യോ, ബെഡ്ഷീറ്റ് അല്ല, ഈ തറയിൽ ഇരുന്നിട്ട് ഇങ്ങനെ യോഗയൊക്കെ ചെയ്യത്തില്ലേ? യോഗ മാറ്റ്. ഓ അങ്ങനെ. ഞാൻ എടുക്കത്തില്ലയോ? എന്റെ ഇടയ്ക്ക് ഗോൾ അടിക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? ഇവിടെ മാറിക്ക്. എന്റെ ഇടയ്ക്ക് കൂടെ ഗോൾ അടിക്കാൻ വന്നേക്കുന്നു. ഇവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അല്ലേ? ഓ പ്രാക്ടീസ്. എന്താ പേര്? സുഷമ്മ. പക്ഷെ ഞാൻ സുഷു എന്നേ വിളിക്കൂ. കുറച്ച് അങ്ങോട്ടിരിക്കണേ. സംഭവം ഞാനേ കുറച്ച് ഹെവി വെയിറ്റ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ കുട്ടി കുറച്ച് അങ്ങോട്ട് ഇരുന്നാ ഞാൻ പ്ലീസ് കണ്ടിട്ട് സുനിലേ, ജിമ്മി പാമ്പ് കേറിയിട്ടുണ്ടല്ലോ സുനിലേ. പാമ്പോ? നിന്നോടൊരു 100,000 പ്രാവശ്യം വന്നിട്ടുണ്ട് ലോക്ക്ഡൌൺ ആയിട്ട് ചക്കക്കുരു പറഞ്ഞ ജിമ്മി വരാൻ. നല്ല റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഇതിന് റിലാക്സേഷനോ? യോഗ ചെയ്യുമ്പോഴേ മാഷേ നല്ല റിലാക്സേഷനാ. വെറുതെ എന്നെ പഠിപ്പിക്കണോ? സുഷു എഴുന്നേക്കോ. ഞാനേ ഡമ്പൽ വെച്ചിട്ട് നമുക്ക് വാമപ്പ് ചെയ്യാം. ഇങ്ങോട്ട് നിന്നോ. ഇപ്പോ നമ്മളിത് ഡമ്പലിങ്ങനെ എടുത്തിട്ട് ബൈസെപ്സിനാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബൈസെപ്സിന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എങ്ങനെ പിടിക്കും? ഇവിടെ ഒരു പൂച്ചക്കുട്ടി വരുന്നുണ്ട്. ഒരു പൂച്ചക്കുട്ടി. അതൊരു പൂച്ചക്കുട്ടിയല്ലല്ലോ, ഒരു പെൺകുട്ടിയാണല്ലോ. ഹലോ, എന്തുവാ പേര്? എന്തുവാ പേര്? പേരെന്തുവാന്ന്? അങ്ങനെ പറ. നിന്റെ അച്ഛന്റെ അച്ചാറ്. ഫാമിലി കോളിയല്ലേ? എന്തുവാ പേര്? എഗ്ലന്റൈൻ. സുനിലേ, സ്പെല്ലിംഗ് എന്ന് പറയണ മലയാള അക്ഷരം ഊ ഉണ്ടല്ലോ. ആ മോന്ത കണ്ടിട്ട് അങ്ങനെ എഴുതിയാ മതി. I really don't like this type of guys in this gym. Okay? Okay. My mistake. I'm sorry. എഴുതട്ടെ. Carry on. But sir, കുറയ്ക്കണം. എന്തോ കുറയ്ക്കണ്ടേ? വണ്ണം കുറയ്ക്കണം. വണ്ണം കുറയ്ക്കണോ? യെസ്. എത്ര? എവിടെ? 0 സൈസ് ആക്കണം. ഞാനങ്ങ് നെഗറ്റീവ് ആക്കട്ടെ. വിത്ത് പ്ലഷർ. അയ്യോ, പ്ലഷർ. അളവെടുക്കട്ടെ? അളവെടുക്കോ? ആഴ്ച 2 ഓ മൈ ഗോഡ്. ടേപ്പ്. എലി കരണ്ടോ? ടേപ്പൊന്നുമില്ല ഇവിടെ. നേരത്തെ ജിമ്മിൽ പോയിട്ടുണ്ടോ? I was born and brought up in gym. എന്ന് വെച്ചാൽ എന്നെ പെറ്റിട്ടത് ജിമ്മിനകത്താണ്. പിന്നെ എങ്ങനെ എനിക്ക് അറിയാതിരിക്കുന്നത്? എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. Yes sir. You can do that one.
ഫസ്റ്റ് വാം അപ്പ് ചെയ്യട്ടെ സർ? വാമ്പി. ഓക്കെ. അയ്യോ മാഷെ ഞാനല്ല, ഈ പെങ്കൊച്ച. സുഷുവിന്റെ സൈഡിൽ ഒരു തെറ്റുമില്ല, പുള്ളിക്കാരത്തിയാണ്. You bloody rascal! I just hate you! I will kick you out! I will chop your head out! I really don't like this supply! എന്തുവാണ് ഇതൊക്കെ കാണിക്കുന്നേ? ഇങ്ങോട്ട് കേറിയിരിക്കെ. നമുക്കിനി സൂംബോ ഡാൻസിലേക്ക് പോകാം. Okay. ഈ സൂംബോ ഡാൻസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സൂംബോ ഡാൻസ് ചെയ്യുന്നത്. Okay. മനസ്സിലായോ? സുനിലെ പൊസിഷനോട്ടിരിക്കുക. അപ്പൊ ദൈവത്തെ ഒന്ന് വിളിച്ചാട്ട് എല്ലാരും. Every night in my dreams, oh God, I see you, I feel you. ഇതൊരു ജിമ്മാണ്, ഇവിടെ ഒന്നും നടക്കത്തില്ല. സുഷു പേടിക്കണ്ട. ഓക്കെ, അപ്പം സൂംബ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ നമുക്ക് ബാക്കിൽ നിന്ന് വേണം. ഓക്കെ, അപ്പൊ ബാക്കിലെ അതായത് ബാറ്റക്സ് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ബാറ്റക്സ് വാം അപ്പ് ചെയ്തു. ഓക്കെ, എല്ലാരും ബാക്കിൽ അടിച്ചോ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. എല്ലാരും ബാക്കിൽ അടി. എടാ, എന്റെ മൂട്ടിൽ അടിക്കാനല്ല പറഞ്ഞത്, നിന്റെയൊക്കെ മൂട്ടിലിട്ട് അടിക്കാനാ പറഞ്ഞത്. എന്തുവാടാ ഈ കാണിക്കുന്നത്? ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 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 കന്നിയമ്മ തേതലേമിൽ പോകുന്നേരം കൂടെ പോരാൻ അബുസേപ്പും തയ്യാറായി. ക്രിസ്മസ് കുറച്ച് സീരിയസ് ആവും നിങ്ങൾ, പ്ലീസ് പ്ലീസ്. നിന്നെയൊക്കെ കൊണ്ട് പുറമെ കുട്ടിയല്ലോടാ. ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു സൂംബോ ഡാൻസ് ഉണ്ട്, നമുക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യലോ. മറ്റേ അത് സൂപ്പർ. ഇവിടെ തല ഫ്രണ്ടിലോട്ട് വെക്ക്. മുയലിന്റെ കൂട്ടുള്ള പല്ല് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കും. പിടിച്ചാ ഈ കൈ തളത്തിയിട്, വലതേ കാലം തളത്തിയിട്. തളത്തിയിട്ടോ? അപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ചുമക്കി പുന്നാനി ചക്കര പുന്നാനി, ചുമക്കി പുന്നാനി ചക്കര പുന്നാനി. സ്ലോ മോഷൻ, സ്ലോ മോഷൻ. ചുമക്കി പുന്നാനി ചക്കര പുന്നാനി. പുന്നാനി. എനിക്ക് ഒരുപാട് ഇഷ്ടമായില്ല. അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര പിടിക്കണോ? ഞാൻ പിടിക്കാം. നിനക്ക് പിടിക്കണോ? എന്റെ വീട്ടിൽ കൊണ്ടുവിടാ. നീ എന്റെ വീട്ടിൽ നിന്ന് തന്നെ അവളെ. സംഗതി ഞങ്ങൾ ഒത്തിരി പിണക്കത്തിലാണെങ്കിലും ഡൈവോഴ്സ് ഒന്നും ആവുന്നില്ല. എനിക്കിപ്പോഴും അവളെ ഇഷ്ടമാണ്. അണ്ണൻ ഇപ്പോഴും എന്നോട് ഐ ലവ് യു ആണോ? എനിക്ക് അണ്ണനോട് എപ്പോഴും ഐ ലവ് യു. അണ്ണൻ ഈ ജിമ്മിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വന്നത്. ഇത് കണ്ടോ, വിവാഹമോതിരം പോലെ ഞാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവളെ ഡൈവോഴ്സ് ചെയ്യുന്നത്. ഓവർ ആക്ടിങ്. ഐ ലവ് യു. പോവാം. പട്ടി വെട്ടിടക്കുവാണോ? പട്ടി മോങ്ങുവാണോ ഇവിടെ? അയ്യോ മാഷേ, കരയായിട്ട് നിൽക്ക. എന്തോ രാശിയുള്ള ജിമ്മ എന്റെ മാഷേ. അവര് സന്തോഷമായിട്ട് പോകുന്ന കണ്ടില്ലേ? ആദ്യമായിട്ട് എന്റെ ജിമ്മിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുന്നത്. എന്റെ ഭർത്താവും കൂടെ ഈ ജിമ്മിൽ വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ പിണക്കം അങ്ങ് മാറിയേനെ. ഞങ്ങളും 6 മാസമായിട്ട് പിണക്കത്തില. ഭർത്താവ് ഇല്ലയോ? പിണക്കത്തിലാ മാഷേ. എന്നാലേ വന്നപ്പോ എന്നോട് ചോദിച്ചായിരുന്നു, ഞാൻ ഈ മിഷനറി ഒക്കെ കൊണ്ട് എപ്പോഴാ വീട്ടിലോട്ട് വരേണ്ടത്? എന്തോന്നാ? ഞാൻ എപ്പോഴാ രാത്രി ഈ മിഷനും കൊണ്ട് വീട്ടിലോട്ട് വരണ്ടേന്ന്. അവന്റെ ഒരു മെഷീൻസ്. അടിപൊളി. നമുക്ക് ആദ്യം ഇവരുന്ന് തന്നെ തുടങ്ങാം അല്ലേ? അതെ, ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ചിരിച്ച് എന്റെ കണ്ണിൽ കൂടെ എന്റെ മേക്കപ്പ് ഒക്കെ ഒലിച്ചു പോയോ.
എനിക്ക് കണ്ണിക്കൂടൊക്കെ വെള്ളം വരുമായിരുന്നു. നല്ല പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവരെല്ലാരും ഞാൻ ആക്ച്വലി നിങ്ങളെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, പക്ഷെ നല്ല രസമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. ശരിക്കും നമ്മൾ സ്കിറ്റ് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ഫീലൊന്നും ഇല്ല. നല്ല നാച്ചുറൽ ആയിട്ട് എല്ലാരും പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. ഈ കമ്പൈൻ സ്കിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വെരി ഇൻട്രസ്റ്റിംഗ്. ആ കോമ്പിനേഷനും നിങ്ങളെ മിക്സ് ചെയ്തത്, ആ കപ്പിൾസ് മിക്സ് ചെയ്തത് ബ്യൂട്ടിഫുൾ. എല്ലാവരും നന്നായിട്ട് ചെയ്ത് ഒത്തിരി ഇഷ്ടമായി, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആ 4 പേരും 4 പേരുടെ ക്യാരക്ടറിൽ ത്രൂ ഔട്ട് ദ സ്കിറ്റ് ഈവൻ ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് പോലും നിങ്ങൾ ആ ക്യാരക്ടറായി നിന്നു എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ആർക്കാണ് ഈ കൂട്ടത്തിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്? ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് സംശയമൊന്നുമില്ല, ഞാനത് സഞ്ജു എന്നുള്ള രീതിയിലാണ്, അതിലൊരു സംശയമില്ല. ഓക്കെ, നമ്മുടെ ഈ സ്കിറ്റിന്റെ ഏറ്റവും അടിപൊളി പെർഫോമറിനായിട്ടുള്ള സഞ്ജുവിന് സമ്മാനം കൊടുക്കാം. സഞ്ജു പോയി വാങ്ങിച്ചോ. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് തുടങ്ങി കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്ന് മുതൽ ഇന്ന് വരെ ഹിറ്റായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഉഗ്രൻ സെഗ്മെന്റ് ആണ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ട്. അതെ അതെ, നമ്മുടെ കപ്പിൾസ് വന്നിട്ട് നല്ല അടിപൊളി സ്പോണ്ടേനിയസ് ആയിട്ട് അവർ ചെയ്യുന്ന കുറെ സ്കിറ്റുകളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അതിനുള്ള സമയമാണ്. GPDP നമുക്ക് എന്നാ പിന്നെ അത് കണ്ടാലോ? ഓക്കെ, ഫൈബർ ടെക്നോളജി ഉള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് പ്രൗഡ്ലി പ്രസൻസ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ട്. എന്നാടാ പേടിച്ചെടുത്ത് കയ്യും കാലും പറക്കോടാ. എന്നാത്തിന്? എടാ ഇന്നിന്റെ ഫസ്റ്റ് ഡേറ്റ് അല്ലേ? എടാ എനിക്ക് TV കണ്ടോണ്ട് എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ. അയ്യാ നീ ആവുമ്പോ നിനക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞു കേട്ടാ. അങ്ങനെയാണെങ്കിൽ സാധനം കയ്യിലുണ്ടോ? പവറൊക്കെ സ്റ്റോക്കാ. അങ്ങനെയാണെങ്കിൽ ഒരു പണി, നീ ഒരു 1.5 അതൊക്കൊരു 1 ഒഴിച്ചു കൊടുക്ക്, പിന്നെ എല്ലാം സെറ്റ് ആയിക്കോളും. എടാ 1 ഒഴിച്ചു കൊടുത്ത് അവളെങ്ങാനും അടിച്ചു ബോധം കിട്ടുമോ? എന്റെ ഫസ്റ്റ് ഡേറ്റ് കൂടാവും. അങ്ങനൊന്നുമില്ലടാ, ഞാനല്ലേ പറയുന്നു. ധൈര്യമായിട്ട് എല്ലാം സെറ്റ് ആവും. നോക്കണപ്പോ ചേട്ടാ പാല് പിന്നെ ഒരു വിഷമല്ല, ഒരു 1.5 അടിക്കണം എന്ന സുഖം സംസാരിക്കുന്നു. കരള് പോകും. നീ അല്ലേ എന്റെ കരള്. ഇതൊക്കെ പാപമായിരുന്നു. ക്ലാസ് പോയി. നിനക്ക് എന്നെ അറിയാൻ പാടില്ല, ഒരു ഉണക്ക കുപ്പി കൂമ്പ പാടുന്നു. ആരോഗ്യത്തിന് കാര്യങ്ങൾ ഇപ്പഴതിന്റെ അർത്ഥം മനസ്സിലായത്. അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്. ചാന്ദ്രൻ പറഞ്ഞോട്ടെ, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ അജിത്തിന്റെയും ഡോണയുടെയും പെർഫോമൻസ്? ഭയങ്കര പ്രൊഫഷണൽ രീതിയിലാണ് ഇവര് ഷൂട്ട് ചെയ്യുന്നതും എല്ലാം നല്ല രസമാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഡോണ നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ പെർഫോമൻസ് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള ടിക്ടോക്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് നിങ്ങൾക്ക് ആസ് ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി ഇങ്ങനെ ഉള്ളുവലിഞ്ഞ് നിൽക്കുന്ന അജിത്ത് പെർഫോമൻസ് തുടങ്ങിയാൽ മാത്രം പുലിയാണ്, ബാക്കി എല്ലാ സമയത്തും കൈയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കും. എനിക്ക് അജിത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഗ്ലാസ് അങ്ങ് കുടിച്ച് അവിടെ വെക്കുമ്പോൾ അജിത്ത് ഒരു നോട്ടം നോക്കുന്നുണ്ട്. അതൊരു ഗംഭീര സാധനമായിട്ടുണ്ട്, പറയാതെ വയ്യ. GPDP ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് എത്രയാണ്? ഇവർക്ക് 10ൽ 8 മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വെരി ഗുഡ്. ക്യാരക്ടർ ചാലഞ്ച് റൗണ്ട് ആണ്. അതിലേക്ക് ആദ്യം വരാൻ പോകുന്നത് ബിബിൻ ആൻഡ് ജസ്ന. ലെറ്റ്സ് വെൽക്കം ബിബിൻ ആൻഡ് ജസ്ന. എൻ്റടുക്കേ വന്നടുക്കും വെമ്പറന്നോളെ
സമ്മതമോ കൺമതമോ നിൻകട കണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിണവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മത പൂണിൻ കൊതിപ്പോ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ കൊള്ളാൻ ഞാൻ. എന്റെ കർത്താവേ, എന്റെ നടുവേ. പ്രായമായിട്ടും ഈ മനുഷ്യന്റെ സൂക്കേടിന് ഒരു കുറവുമില്ലല്ലോ എന്റെ കർത്താവേ. ഒന്ന് കൊഞ്ചാനും കുഴയാനും പ്രായമൊക്കെ ഒരു പ്രശ്നമാണോടി കുഞ്ഞു പെണ്ണെ. കുഴിയിലേക്ക് കാല് നീട്ടി വെക്കാറായി, എന്നിട്ടും ഈ മനുഷ്യന്റെ ഒരു പൂതി. നീ എന്തേലും പറഞ്ഞോടി? ഞാനൊന്നും പറഞ്ഞില്ലേ. ഓ, ഈ പെങ്കൊച്ചു കൊള്ളാലോ, എന്നാ ഒരു സ്റ്റൈലാ വെക്കടേ. ഇത് നമ്മുടെ സണ്ണിധി കൊണ്ട് കൊച്ചുമോളാണോ? കൊള്ളാം. എന്നാലും നമ്മുടെ സണ്ണിയുടെ അത്രയും വരത്തില്ല കേട്ടോ. അവൾ എന്നാ ഒരു മുതലായിരുന്നു. അതൊക്കെ ഒരു കാലം. നിങ്ങളുടെ ഏത് സണ്ണിയുടെ കാര്യം മനുഷ്യായി പറയുന്നത്? അത് നമ്മുടെ തെക്കേലെ സണ്ണിയുടെ. അതെ, എടി ഒരു ഗ്ലാസ് ചായ എടുത്തേടി വേണേ. അതെ, എനിക്ക് 10 കൈയൊന്നുമില്ല. ഈ വീട്ടിലെ പണിയൊക്കെ എടുക്കാൻ നേരം വെളുത്ത് നിങ്ങൾ എത്രാമത്തെ ചായ മനുഷ്യ വലിച്ചു കയറ്റുന്നത്? നിന്നോട് എത്ര കാലായിടി പറയണു ഒരു വേലക്കാര്യത്തിനെ വെക്കേ. നിനക്ക് സഹായത്തിനൊരു കൂട്ടുകാവും, ബാക്കിയുള്ളതിന് വായ കൊള്ളാവുന്നതല്ലോ. നിങ്ങളുടെ ഈ ഇളക്കം വെച്ച് ഞാനിവിടെ ആരെ വിശ്വസിച്ച് നിർത്താനാ മനുഷ്യ? നീ ആ ഫോൺ എടുത്ത് നമ്മുടെ മക്കളെ ഒന്ന് വിളിച്ച്. ന്യൂ ഇയർ ഒക്കെ ആയില്ലേ? അവന്മാരെയൊക്കെ വിളിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളുടെയല്ലേ മക്കള്, അവന്മാരൊന്നും വരാൻ പോണില്ല. നിങ്ങൾക്കല്ലേർന്നു മനുഷ്യ അവന്മാരെയൊക്കെ നഴ്സുമാരെ കൊണ്ട് കെട്ടിക്കാഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ എന്തായി? പറ്റിപ്പോയില്ലേടി. 5 ആമക്കളാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? അവന്മാരെയൊക്കെ ഉണ്ടാക്കിയ നേരം കൊണ്ട് 10 വാഴ വെച്ചാ മതിയായിരുന്നു. മനുഷ്യ, നിങ്ങൾ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ കൂട്ടുകാരികളാ റിജിയും ടോണിയൊക്കെ 1ലും 2ലും നിർത്തിയപ്പോ നിങ്ങൾക്കല്ലായിരുന്നു മനുഷ്യ 5ഉം 10ഉം വേണമെന്നൊരേ നിർബന്ധം. തവള കുഞ്ഞിനെ തരണമായി പെറ്റ് ഈ ഉള്ളവന്റെ നടുവും മുതുവും പോയത് മിച്ചം. അതങ്ങനെ പറ്റിപ്പോയടി. ആരാണാവോ അവിടെ? ഒന്ന് പോയി നോക്കിയടി. ആരാടി വന്നേ? ഇതേ ആ കുന്നുംപുറത്തെ ജയപ്രകാശിന്റെ കൊച്ചനാ. എന്തിനാടി വന്നേ? ക്രിസ്മസ് ഒക്കെ അല്ലയോ, ഒരു കേക്ക് കൊണ്ട് തരാൻ വന്നതാ. നമുക്ക് മക്കള് 3-4 ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വയസ്സാം കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ ഒരെണ്ണം അടുത്തുണ്ടോ മനുഷ്യ? ആരല്ലാടി, എനിക്ക് നീയും നിനക്ക് ഞാനുമില്ലേ, അത് മതി. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിനോറിയും ഇതെവിടെ പോയി കിടക്കാൻ എന്റെ ചേട്ടായി? എവിടെയാ ചേട്ടായി പോയി കിടക്കണ? കാലത്തെങ്ങാണ്ട് പോയതാന്ന് തോന്നുന്നു. ഇത്ര നേരായിട്ട് വരാനും പറ്റിട്ടില്ല. ഇങ്ങനുണ്ട് ഒരു മനുഷ്യൻ. അയ്യോ എന്റെ പൊന്നെ, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കുമ്പോ വിളി കേക്കണമെന്ന്? ഇതെവിടെ പോയി കിടക്കാറുണ്ട് ചേട്ടായി? ഞാൻ രാവിലെ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് ഓഡീഷന് പോകുന്ന. ഒരു പണ്ടങ്ങാണ്ട് ആ ജീപ്പി എന്തോ മോട്ടിവേഷൻ തന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ കോടീഷനും ഒരു കുഞ്ഞിക്കാരെ കാണാൻ പോലും ഇന്നേ വരെ പറ്റില്ല. മോട്ടിവേഷൻ ആ ജീപ്പിൽ തന്നെ കള്ളത്താടി. അത് പറഞ്ഞപ്പോഴാ ഈ ജംഗ്ഷനിൽ എന്താ തിരക്ക്, ഭയങ്കര പാടുപെട്ടു ഞാൻ ഇവിടെ എത്താൻ. എന്താ? അയ്യോ എന്റെ ചേട്ടായി, അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താണ്? അവിടെ ഒരുത്തൻ രാജാവാദം പറഞ്ഞു വന്നിരിക്കുക. നമ്മുടെ മേത്ത്. എന്റെ ദൈവമേ, അവൻ ഇതുവരെ വിട്ടില്ലേ? അത് എങ്ങനെ വിടാനാ? അമ്മാതിരി ബൂസ്റ്റല്ലേ പണ്ട് സ്വീകാരണം കൊടുത്തക്കണ്. അത് വന്നപ്പോഴാ
നമ്മുടെ നിഖിലേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിഖിലേട്ടനെ എന്തോ പറഞ്ഞു എന്നോട്. 7ാമത്തെ റെസ്റ്റോറന്റ് തുടങ്ങാൻ പോവാ. ഇപ്പോഴറിയണല്ലോ. 7 വീട്, 7 റെസ്റ്റോറന്റ്, 7 കാറ്, പിന്നെ 7 പിള്ളേരുണ്ടെന്നാ പറഞ്ഞേ. പണ്ട് എല്ലാവരും കൂടി 7 ചാർത്തി കൊടുത്തില്ലേ? 12 എങ്ങാനായിരുന്നെങ്കിൽ ചേച്ചിയുടെ കാര്യം നന്നായി, അത് നന്നായി. പിന്നല്ല. എന്താടി ഫോൺ റിംഗ് ചെയ്യണത്? ആരാണ് റിങ്ങനെ? ഫോൺ എടുക്കടി. പിന്നെ മനുഷ്യ, പഹൻ, അത് പോട്ടെ. അതാരാണ്? പോട്ടെ. വേറെന്താ നിങ്ങ പോയിട്ട്? വേറെ കാര്യങ്ങളാ പോയിട്ട് ഇപ്രാവശ്യം ഞാൻ പൊളിച്ചടുക്കി. ഓഡിഷൻ ചില്ല് ചെയ്താ? ചില്ല് ചെയ്തു. ചില്ലും കൂടെ ഞാൻ ഇപ്രാവശ്യം പൊളിച്ചടുക്കിടി. ഇപ്രാവശ്യം സെലക്ഷൻ ഉറപ്പാ. പിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് ആരാടി? അത് പോട്ടെ. ഞാന് ഇന്ന് അമ്പലത്തിൽ വരെ ഒന്ന് പോയി. അപ്പൊ ദേണ്ട ആൽത്തറയിൽ ഒരു ജീവൻ അറ്റിട്ടൊരു സാധനം ഇരിക്കണം. അതാരാണ്? ജീവ. കണ്ടോന്ന് മാത്രല്ല, ഞാൻ ചോദിച്ചു എന്റെ ജീവ എന്തുണ്ട്, സുഖാണോ, വിശേഷം ചോദിച്ചു. അപ്പൊ ചാടി ഇട്ടിട്ട് പറഞ്ഞ ബ്യൂട്ടി ബ്യൂട്ടി. എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലാവാണ്ട് ചോദിക്കാം. എന്തോ എനിക്കറിയാമേ. ശരിയാക്കി തരാം. അല്ല പിന്നെ ആരാടി അത്? ഇങ്ങനെന്താണ് ഇപ്പൊ വിളിക്കണത് നിന്നെ? സൂര്യൻ അങ്ങോട്ട് താന്നാ പിന്നെ ആ മനുഷ്യനൊരു തരം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നേ. നിനക്ക് ഇത്തേനെ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? എന്തിട്ടാ അത് അന്നും ഇന്നും പൊട്ടന്നെ. അതിനെ പറ്റിക്കാനാണോ പാട്? പറഞ്ഞൊക്കെ കൊള്ളാം. ഫോൺ വന്ന് നീ ഒന്നും എടുക്കാണ്ടിരിക്കണ്ട. വയസ്സ് കൂടും തോറും അയാളുടെ റൊമാൻസ് അങ്ങ് റോക്കറ്റ് പോലെ പോവോ. അങ്ങനെ ആമ്പിള്ളേര് നിങ്ങനെ കോടീഷൻ പറഞ്ഞ് നടന്നോ? എന്നെ കണ്ണറിയുമ്പോ മണ്ണിടാനെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണിക്കാൻ പറ്റുമോ നിനക്ക്? നീ അച്ഛനും അമ്മയ്ക്കും ചോറ് കൊടുത്താ? അത് പിന്നെ ഞാൻ ചെയ്യാണ്ടിരിക്കും എന്റെ ചേട്ടായി. എന്നാ നമുക്ക് ചോറുണ്ടിട്ടേ നമുക്ക് വയസ്സായ കാലത്ത് മനുഷ്യൻ. നീയല്ലേ പറഞ്ഞ കുഞ്ഞിക്കാല് വേണമെന്ന്? അത് ഉളുക്കിയടി. അയ്യോ, ഫോൺ റിങ് ചെയ്യണടി. ആരാണെന്നൊന്ന് നോക്കിയേ. കണ്ണും കാണൂല, എന്നിട്ട് നടക്കുണ്ടാവും. നേരത്തെ ഓഡീഷന് പോയില്ലേ? അതില് ഡയറക്ടർ വിളിച്ചിട്ട് പറയാ ചേട്ടായി സെലക്ട് ആയി, എത്രയും പെട്ടെന്ന് ഷൂട്ട് തുടങ്ങുന്നു. അയ്യോ, ഞാനപ്പോ പടത്തിൽ അഭിനയിക്കാൻ പോവാണോ? അപ്പൊ ഞാൻ എന്റെ പടത്തിന്റെ റിലീസിന് കാണാറുണ്ട്. എവിടെ എന്റെ വാടി ഓടി കുഞ്ഞക്കാല്. ഗുരുവായൂരപ്പ, എന്നാലും ചേട്ടായിരെ പ്രാർത്ഥന കേട്ടല്ലോ നീ. എന്റെ പ്രാർത്ഥന എന്നാണ് അവർ റിലീസ് ആവണേ? രണ്ട് തരത്തിലുള്ള അമ്മൂമ്മ അപ്പൂപ്പനെ നമ്മൾ കണ്ടല്ലേ? രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അടിപൊളി. പറഞ്ഞോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് സ്കിറ്റ് ഉണ്ടല്ലോ, that had a very good message in it. Yes. രണ്ടാമത്തെ നല്ല സ്കിറ്റ് ആയിരുന്നു. Really enjoyed it. Thank you. Thank you. Thank you. നല്ലായിരുന്നു. നിങ്ങളുടെ നല്ല എന്റർടൈനിങ് ആയിരുന്നു. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. Thank you. ഐ തിങ്ക് നമ്മുടെ ഫീമെയിൽ ടീം ഓക്കെ എല്ലാരും ഞാൻ ആദ്യം കണ്ട ആൾക്കാരല്ല ഇപ്പോ. അപ്പൊ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എനിക്ക് ഇഷ്ടമായി പെർഫോമൻസ്. രണ്ടുപേരുടെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ലാസ്റ്റിലെ ഒരു വിഷമം വരുന്നതൊക്കെ വെരി ഹാർഡ്
ടച്ചിങ്. എന്റെ അമ്മോ എന്തായിരുന്നു ഇത്. നിങ്ങളുടെ ആ ചൂസ് ചെയ്ത ആ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ആ സ്ക്രിപ്റ്റ് ഒരുപാട് ഇഷ്ടമായി. ഒരു ഭയങ്കരമായിട്ട് എന്റർടൈനിങ് ആയിട്ട്. ബിപിൻ ജസ്ന പെർഫോമൻസ് വൈസ് ഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ വയ്യ, ഗംഭീരമായിരുന്നു. നിങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് വോയിസ് മോഡുലേഷൻ ആണ്. നിങ്ങൾ എങ്ങനെയാണ് ആ വോയിസ് മോഡുലേഷൻ ഇത്ര മനോഹരമായിട്ട് നാച്ചുറൽ ആയിട്ട് അത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പറ്റുന്നില്ല. ബിപിൻ ആണെങ്കിലും ജസ്നയുടെ പിന്നെ അതാണ് തന്റെ വോയിസ് എന്ന് തോന്നിപ്പോകും, അത്രയും മനോഹരമായിരുന്നു പെർഫോമൻസ്, ഒരു രക്ഷയില്ല. ഹിമ, സുമിത്, ആരാണ് സ്ക്രിപ്റ്റ് എഴുതിയത്? സി കേരളം കാണുന്ന ഓഡിയൻസിനും സി കേരളത്തിൽ ഇവിടെ ഫ്ലോറിൽ ഇരിക്കുന്നവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഇട്ടത്. അത് മനോഹരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് നിങ്ങൾ ചെയ്തത്. അവിടെ ടൗണിൽ ഒരാൾ രാജാവാന്ന് പറഞ്ഞ് നടക്കുമ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് പോയി, മനസ്സിലായില്ലേ? പക്ഷെ ജീവനെ വഴിയിൽ നിന്ന് കാണുമ്പോ ക്യൂട്ടി ദ ബ്യൂട്ടി ആൻഡ് BSNY നോൺ, ഇത് കാണുന്ന ആൾക്കാർക്ക് അതൊരു ഗംഭീര സാധനമാണ്. അതൊരു ചെറിയ എലമെന്റ്, ആ സാധനം പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ പെർഫോമൻസിന്റെ മേലെയായിരുന്നു നിങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. എനിക്കിതിലൊരു സംശയമില്ല. ഇത്രയും ഓഡിയൻസ് എൻഗേജ്മെന്റ്, ഇത്രയും ആൾക്കാരെ ചിരിപ്പിക്കുക, ഇത്രയും ആൾക്കാരെ കയ്യിലെടുത്ത നിങ്ങൾ തന്നെയാണ് ഇതിനകത്ത് മുന്നിൽ നിൽക്കുന്നത്. ഈ റൗണ്ടില് നല്ല ഉഗ്രൻ പെർഫോമൻസ് നടത്തിയ ഹിമയ്ക്കും സുമിത്തിനും കേരളത്തിലെ നമ്പർ 1 സ്നാക്ക് ഫുഡ് ബ്രാൻഡായ ഫുഡ് ലോക്കറിന്റെ ഒരു ഉഗ്രൻ സമ്മാനമുണ്ട്. പോയി വാങ്ങിച്ചോ. അപ്പൊ നിങ്ങള് ക്യാരക്ടേഴ്സ് ആയിട്ട് നിൽക്കുകയാണല്ലോ, അമ്മൂമ്മമാരാണ്. രണ്ടുപേരുടെ സ്കിറ്റിലും ഏകദേശം ഒരേ ലൈൻ ഓഫ് തോട്ടാണ്. മക്കള്, കുട്ടികള്, അവരോടുള്ള മിസ്സിങ്, അവരോടുള്ള സ്നേഹം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു ചാലഞ്ച് തരാമെന്ന് വിചാരിച്ചു. നമുക്കിവിടെ ഫ്ലോറിൽ 2 സൂപ്പർ സ്റ്റാർസ് ഉണ്ട്. ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു, വേറൊരാൾ അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. ഈ 2 പേരെയും എടുത്ത് കൊഞ്ചിക്കുക ഈ ഫ്ലോറിൽ. അവര് കരയാൻ പാടില്ല, അവര് നിങ്ങളുടെ അടുത്തേക്ക് വരണം. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ആദ്യം ഒരാളെ നോക്കാം, രണ്ടുപേരെ എടുക്കാം. ഇതിന്റെ അമ്മൂമ്മയാണ് ജസ്റ്റ് അപ്പൂമ്മനെ വേണ്ട, എന്നെടുത്ത് നാറണ്ട. ബിപിൻ തിരിച്ചു കൊടുത്തു. അപ്പോ നമ്മുടെ 2021 ആദ്യത്തെ എപ്പിസോഡായിരുന്നു. ഈ എപ്പിസോഡ് പോലെ 2021 ഫുൾ മനോഹരമാവട്ടെ. നമ്മൾ ഒരുപാട് ടാസ്ക് ചെയ്തു, നമ്മൾ ഒരുപാട് ചിരിച്ചു, ഒരുപാട് അടിപൊളി പെർഫോമൻസ് കണ്ടു. നമ്മുടെ കൂടെ ഈ പെർഫോമൻസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തത് സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ഇരിപ്പുണ്ട്, 2 ചെറുതുകൾ ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ 4 പേരും ഒന്ന് ഇവിടേക്ക് വന്നാട്ടെ പ്ലീസ്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ 2021 ഫസ്റ്റ് എപ്പിസോഡ് വന്നതിൽ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഈ ഒരു സ്ഥലം? എൻജോയ് ചെയ്തോ? ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത്. ബിക്കോസ് കുട്ടികൾ പെട്ടെന്ന് ആൾക്കാരെയും ക്യാമറേനെയും ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വരണ്ടു പോകും. അതില്ലാതെ അവരിപ്പോ ദേ കണ്ടില്ലേ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവര് വീട് പോലെ തന്നെ നടക്കണം. അത്രയും കംഫർട്ടബിൾ ആക്കി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ നേരിട്ട് കാണാനും പറ്റി, വലിയ കാര്യം. അപ്പൊ നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സിനിമയിൽ ബിഗ് സ്ക്രീനിലേക്ക് വരട്ടെ. ശരിക്കും നമുക്കൊക്കെ ആർട്ടിസ്റ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്റ്റ് കാസ്റ്റിംഗ് കിട്ടുക എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നത്. അപ്പൊ ഞങ്ങളുടെ സിനിമയിൽ തന്നെ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി എന്റെ വരാൻ പോകുന്ന 3 സിനിമകളിലും പുതിയ ആൾക്കാർ തന്നെയാണ്. ഒരുപാട് പേരെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും ഒക്കെ നമുക്ക് അസോസിയേറ്റ് ചെയ്ത്
ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും ഒരു ഉഗ്രൻ 2021 ആശംസിക്കുന്നു. ഞങ്ങളുടെ തൽക്കാലം ബൈ പറയുക. Thank you and bye from Cutie the Beauty Soap and BS Finoni Hair Color Shampoo. Co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Digital Hub. Co-powered by Asian Paints, Ultimate Antiseptic Disinfection Liquid, Foot Locker, Viva Jewels. Special partner Sopic and Vigal and Homes. Bye, Vara. ഇനി ഇതേപോലത്തെ എപ്പിസോഡ് സ്വപ്നങ്ങളിൽ മാത്രം. ഗുഡ് നൈറ്റ്. Bye.